അപ്പോൾ ശരിക്കും പഞ്ഞി പരുത്തി അല്ലേ? അല്ല പഞ്ഞിയിൽ രണ്ട് വിധത്തിലുണ്ട്. പരുത്തിയും പഞ്ഞിയും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഈ ഇടയായിട്ടാണ് മനസ്സിലായത്. അറിയാത്ത ആളുകൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല, കാണുമ്പോൾ രണ്ടും കറക്റ്റ് ആകാരം. പക്ഷേ ഈ പരുത്തി പഞ്ഞി എല്ലാ ബെഡും കോട്ടൺ പറഞ്ഞാൽ കൊടുക്കുക. പക്ഷേ അവർ കോട്ടൺ എന്ന് പറയുന്നത് ആ ക്ലോത്ത് മാത്രമാണ്. പഠനം കഴിഞ്ഞ് കുറേ ബിസിനസ് ചെയ്തിട്ട് അതൊന്നും ശരിയാകുന്നില്ല. ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ എനിക്ക് ഭയങ്കര ഒരു കുറച്ചിലായിരുന്നു. സ്റ്റാൻഡേർഡ് അല്ലാത്ത പോലെ എനിക്ക് തോന്നി. അങ്ങനെ ലാസ്റ്റ് ഞാൻ കേരളത്തിലെ 88 ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ ഒരു പ്രൊഡക്റ്റ് സൗജന്യമായിട്ട് കൊടുക്കാനുള്ള ഒരു പെർമിഷൻ കിട്ടി. 10 കസ്റ്റമറുള്ളതെന്നുണ്ടെങ്കിൽ ആ 10 കസ്റ്റമറിന് ഈ ഒരു സാധനം മാത്രം കൊടുക്കുക. ഇതിൽ നമ്മൾ യാതൊരു സാധനം ചെയ്യും വേണ്ട, ഇതിന് പ്രോഫിറ്റും വേണ്ട, ഒന്നും വേണ്ട. ഒരു കസ്റ്റമർ ആണെങ്കിൽ ഒരു കസ്റ്റമർ ഈ പ്യുവർ പഞ്ഞിൽ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഉസ്മാൻ പറയണത് എല്ലാ കിടക്കകളും നമുക്ക് പഞ്ഞിക്കിടക്കയാക്കി മാറ്റാമെന്നാണ്. 100% മാറ്റാം. എന്ത് കോസ്റ്റ് വരും? ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് സൗജന്യമായിട്ടോ അല്ലാതെ വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ബ്യൂണോ എങ്ങനെയാണ് ഗോകുലം ബ്യൂണോ ആയി മാറിയത്? ആക്ച്വലി ഗോകുലം ബ്യൂണോ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമായി. നമ്മൾ കേരള വിഷൻ എന്നുള്ള ചാനൽ നമ്മളും കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനം കൊടുക്കുന്നൊരു പദ്ധതിയാണ്. കൊടുക്കുന്നത് ഈ പഞ്ഞി കൊണ്ടുണ്ടാക്കിയ ബേബി ബെഡാണ് കൊടുക്കുന്നത്. അതാണ് ശരിക്കും ഗോകുലം ബ്യൂണോയുടെ പ്രൊഡക്റ്റ്. അതെ. ഈ വളരെ നിസ്സാരമായിട്ട് ഉസ്മാൻ പറഞ്ഞു കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വിതരണം ചെയ്യുന്ന ബെഡ്. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ബെഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതിന് 100,000 സാങ്ഷനും ടെസ്റ്റും ഒക്കെ. അതെങ്ങനെ സാധ്യമായി? ആക്ച്വലി ഞങ്ങളെ ഈ ഒരു ബിസിനസ് ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ പഠനം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ എനിക്ക് ഭയങ്കര ഒരു കുറച്ചിലായിരുന്നു. കാരണം ഒരു പഞ്ഞി കൊണ്ടുള്ള ഒരു ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ലാത്ത പോലെ എനിക്ക് തോന്നി. പഠനം കഴിഞ്ഞ് കുറേ ബിസിനസ് ചെയ്തിട്ട് അതൊന്നും ശരിയാകുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ പുറത്ത് ആഫ്രിക്കയിൽ ഒരു ബിസിനസ്സിന് വേണ്ടി പോയി. അവിടെ ഞങ്ങൾ 4 പേരിട്ട് പോയിട്ട് ഒരു മാസം കഴിഞ്ഞ പാടെ എനിക്കത് പറ്റാതായിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇതിന് ഏകദേശം ഒരു അത്യാവശ്യം എണ്ണപ്പെടുന്ന ബിസിനസ്സുകൾ പരാജയപ്പെട്ടു. ചെയ്തിട്ട് നമുക്കൊരു സക്സസ് ആക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തു, എന്തുകൊണ്ട് നമ്മളെ കയ്യിലെ സാധനം ഒന്ന് ഉഷാറാക്കി കൂടാന്ന് ചിന്താഗതി വന്നു. ആ സമയത്ത് നമുക്ക് ബെഡ് ഉണ്ടായിരുന്നു. ഫാമിലി ഫാദർ പഞ്ഞി കൊണ്ടുള്ള മെത്തേഡ് മാത്രം. അതിലൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ പരുത്തിയുടെ സാധനം ഉപയോഗിക്കാറില്ല, പ്യൂർ പഞ്ഞി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും പഞ്ഞി പരുത്തി അല്ലേ? അല്ല പഞ്ഞിയിൽ 2 വിധത്തിലുണ്ട്. ഈ പരുത്തി കൊണ്ട് ഈ ബെഡ് ഉണ്ടാക്കാം. പരുത്തി കൊണ്ട് മെയിനായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ നൂലുണ്ടാക്കുന്നത്, ഡ്രസ്സൊക്കെ ഉണ്ടാക്കാൻ നൂല് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പരുത്തി കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആക്കാൻ ഭയങ്കര കട്ടിയുണ്ട്. പിന്നെയാണ് ഒറിജിനൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പൂളമരത്തിൽ നിന്നാണ് പഞ്ഞി. പൂള. അതെ. അത് കേരളത്തിൽ ആദ്യം നല്ല കൃഷി ഉണ്ടായിരുന്നു, പിന്നെ നശിച്ചു പോയി കണ്ട് കാര്യങ്ങൾ ഇപ്പോൾ മെയിനായിട്ട് തമിഴ്നാട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം വെച്ചാൽ ചെയ്തു. അങ്ങനെ ഞാൻ ഈ ബെഡ് തുടങ്ങണതിൽ ഒരു പ്രത്യേകത അല്ല. അപ്പോൾ എനിക്ക് എന്തായാലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ എല്ലാവരും സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ ഒന്ന് വളഞ്ഞ് ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ബെഡ് അല്ലാതെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ആ സമയത്ത് ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ പഞ്ഞിയിൽ കുഞ്ഞുങ്ങൾക്കുള്ള ബെഡ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞാൻ ഫാദറിനോട് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു, ഇനി പുതിയൊരു ബിസിനസ് തുടങ്ങണ്ട, നീ ഇല്ല പഞ്ഞി ബിസിനസ് തന്നെ ഉഷാറായിക്കളാം, ഇനി പുതിയൊരു ബെഡ് ഇതാക്കിയാണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അങ്ങോട്ട് തുടങ്ങി ഏകദേശം ഒരു 2.25 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് പെർ ഡേ ഒരു ബെഡ് പോകാനുള്ള മാർക്കറ്റ് കിട്ടിയത്. കാരണം ഞാനന്ന് കൊടുക്കുന്നത് 450 രൂപക്ക് ഷോപ്പിൽ കൊടുക്കുന്ന ആ സമയത്ത് അന്ന് 400 രൂപക്ക് അടിപൊളി ബെഡ് കസ്റ്റമറിന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി കഴിയും. ഞാൻ 450 കൊടുക്കുന്ന ബെഡ് അതിൻ്റെ MRP അടക്കം കൂട്ടി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ ആ റേറ്റ് വെച്ചുകൊണ്ട് ആളുകൾ വാങ്ങാതായി. അങ്ങനെ ആ വിപണി കിട്ടുന്ന ബെഡ് പഞ്ഞിയുടെ ബെഡ് തന്നെയാണ്? അല്ല, അത് റെക്രോൺ എന്നുള്ള മെറ്റീരിയലാണ്. സിന്തറ്റിക് ആണ്, പ്ലാസ്റ്റിക് കണ്ടന്റുള്ള ആ സംഭവമാണ്. അപ്പോൾ ഈ ബെഡിന് ഒരു മാർക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ മനസ്സിലാക്കി കൊടുക്കാൻ എന്നോട് കുറേ ആളുകൾ കുറേ ഐഡിയകൾ പറഞ്ഞു. അപ്പോൾ ആ ഐഡിയകളൊക്കെ നല്ല ഫണ്ട് ചിലവാകുന്നതാണ്, അതെല്ലാവരും ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ വിശ്വസിക്കുന്ന വിധത്തിലെ ഒരു സാക്ഷ്യം കിട്ടുക, അതല്ലെങ്കിൽ ഉപയോഗിച്ച ആളുകളെ ഒരു ഇതെടുക്കാൻ വേണ്ടി അന്വേഷിച്ചു നോക്കുമ്പോഴാണ് ഒരു സയൻറ്റിഫിക് അപ്രോച്ച്. അതെ
അതാകുമ്പോൾ ഒരു യാഥാർത്ഥ്യം ഉണ്ടാവും. പരസ്യം ഇപ്പോൾ ആർക്കും പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സാധനങ്ങൾ നല്ലതാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി ബ്രാൻഡ് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിയണം. അങ്ങനെ ഞാൻ ഡേറ്റിന് കറക്റ്റ് ഓർമ്മയില്ല, കേരളത്തിലെല്ലാ അമ്മത്തൊട്ടിലുണ്ട് ശിശു ക്ഷേമ വകുപ്പിൻ്റെ കയ്യിൽ വരുന്നത്, അവിടെ ഇത് കൊടുക്കാനുള്ള പെർമിഷൻ ഒരു വർഷത്തോളം പിന്നാലെ നടന്നിട്ട് അവർ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പെർമിഷൻ തന്നു. ആ സമയത്തേക്ക് ഈ ബ്യൂണോ എന്നുള്ള പേരൊക്കെ ആയോ, ബ്രാൻഡിങ് ആയിരുന്നു? ബ്യൂണോ എന്നൊരു പേര് ജസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പഞ്ചായത്ത് ലൈസൻസും കാര്യങ്ങളുണ്ട്, ട്രേഡ് മാർക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പെർമിഷൻ കിട്ടി കേരളത്തിൽ ഈ അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ നമ്മളെ വിളിക്കും, അവർക്ക് നമ്മളായിട്ട് സൗജന്യമായിട്ട് കൊടുക്കും. അപ്പോൾ അതിലെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ചാൽ അവരൊരു സാധനം വാങ്ങിച്ചിട്ട് അവിടുത്തെ ഒരു കുഞ്ഞിന് കൊടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സ്വീകരിച്ച ആൾക്കും ആ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ സാധനത്ത് നോക്കി തൃപ്തിപ്പെട്ടിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ സംഭവം നമ്മൾ ഷോപ്പിൽ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ മാസം അമ്മത്തൊട്ടിൽ ബെഡ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വാസമായി. അങ്ങനെ കുറച്ച് സാധനങ്ങൾ പോലെ തുടങ്ങി. അത് പോയതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, ഒന്നും കൂടി വലുതാക്കാൻ വേണ്ടിയാണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടിയാണ്ട് സമീപിച്ചു. ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലാക്കി. ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് 88 ഗവൺമെൻറ് ഹോസ്പിറ്റൽ സൂപ്രണ്ടുമാരും 14 ജില്ലയിലെ DMമാരും സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് കേരളത്തിലെ 88 ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള, സൗജന്യമായിട്ട് കൊടുക്കാനുള്ള ഒരു പെർമിഷൻ കിട്ടി. ഈ പെർമിഷൻ കിട്ടിയതിൻ്റെ അസോസിയേറ്റ് മീഡിയ പാർട്ണർ കേരള വിഷനാണ്. ഇതിന് അന്ന് ഒരുപാട് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് പല ഹോസ്പിറ്റലിലും കൊടുക്കൽ തുടങ്ങിയതിൻ്റെ ഇതിൻ്റെ സ്റ്റേറ്റ് ഇനാഗുറേഷന് MA യൂസഫ് അലി സാറ് സിയാൽ വെച്ചിട്ട് കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ്. ഈ നടക്കുന്ന വേദിയിലേക്ക് ഗോകുലം ഗോപാലൻ സാറ് ഒരു ഗസ്റ്റായിട്ട് വന്നു. ഈ ഗസ്റ്റായിട്ട് വന്ന് ഇനാഗുറേഷൻ കഴിഞ്ഞ പാടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു എമൗണ്ട്, അതുവരെ കിട്ടിയ ഏറ്റവും വലിയൊരു എമൗണ്ട് അദ്ദേഹം സ്പോൺസർ ചെയ്തു. ഗോകുലം സാറ് സ്പോൺസർ ചെയ്തു. ഈ സ്പോൺസർ ചെയ്തിട്ട് ഈ പ്രോഗ്രാം ഫസ്റ്റ് നടത്തിയത് കോഴിക്കോട് വെച്ചിട്ടാണ്. മാമുക്കോയ സാറാണെന്ന് ഉദ്ഘാടനം ചെയ്തത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹോസ്പിറ്റൽ. സ്ത്രീകളെയും കുട്ടികളെയും കോഴിക്കോട് അവിടെ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്ത ചീഫ് ഗസ്റ്റ് ചെയർമാനായിരുന്നു ഗോകുലം ഗോപാലൻ സാറായിരുന്നു. അപ്പോൾ ഈ സാറ് അന്നാണ് ഈ ബെഡ് കണ്ട് കാര്യങ്ങളാക്കിയിട്ട് എന്താണ് ഈ ബെഡിൻ്റെ പ്രത്യേകത വെച്ചു. ഞാൻ പറഞ്ഞു പഞ്ഞി കൊണ്ടാണ്. പഞ്ഞി നമ്മളെ റെക്രോൺ അല്ലേന്ന് ചോദിച്ചു. അല്ല സാർ, നാടൻ പഞ്ഞിയാണ്, ഇതാണെന്നാണ്. ഇങ്ങനത്തെ സംഭവമൊക്കെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു പ്രത്യേകത അറിഞ്ഞ കാര്യങ്ങളാക്കിയിട്ട് സാറ് കൂടുതൽ ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സ്പോൺസർഷിപ്പ് വടകര അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ വെച്ചുകൊണ്ട് അന്നത്തെ MP ആയിരുന്ന മുരളി സാറ് ഉദ്ഘാടനം ചെയ്തു. അന്ന് ഞങ്ങൾക്ക് ഈ 88 ഹോസ്പിറ്റലിലും ആളുകളുടെ സ്പോൺസർഷിപ്പോട് കൂടിയാണ് ഇത് വിതരണം. അതെ. അപ്പോൾ അത് സ്പോൺസർ ചെയ്യാനാണ് ഗോകുലം ഗോപാലൻ വന്നത്. അദ്ദേഹം ഈ ഇനാഗുറേഷനിൽ വന്നുകൊണ്ട് ഈ പ്രോഗ്രാം കൂടുതൽ തുകയ്ക്ക് പുള്ളി ഏറ്റവും കൂടുതൽ ഗോകുലം ഗോപാലനാണ് സ്പോൺസർ ചെയ്തത്. സ്പോൺസർ ചെയ്ത ആ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് അദ്ദേഹം സാധനം കാണാൻ ഇതിന്റെ പൊട്ടൻഷ്യൽ വാല്യൂ മനസ്സിലാക്കുകയും ചെയ്തു. ആ കോഴിക്കോടത്തെ പ്രോഗ്രാം ആയിട്ട് ഒരു മാസം കഴിഞ്ഞ പാടാണ് ഇദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ഇദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പിന്റെ രണ്ടാമത്തെ പാർട്ട് വടകര വെച്ചുകൊണ്ട് നടത്തുന്നത്. അത് നടത്തുന്ന സമയത്ത് വെച്ചു ഇത്രയും വലിയ പൊട്ടൻഷ്യൽ വാല്യൂ ഉണ്ടെങ്കിൽ ഇത് ഒന്നുകൂടി വികസിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പയ്യെ പോകുക എന്നാണ് പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് ചെയ്തുകൂടെ എന്നുള്ളത് അദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുഹൂർത്തത്തിൽ അദ്ദേഹം ചോദിച്ചു. അപ്പോൾ നമുക്കെന്താണ് അദ്ദേഹത്തെ പോലെ ഒരാളെ കാണാൻ വേണ്ടി കഴിയുക, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഭവമാണ്. അല്ല അതിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, അദ്ദേഹം അങ്ങനെ ചോദിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വിശാല മനസ്സിനേക്കാൾ ഉപരി, വിശാല മനസ്സുണ്ട്, അതിനേക്കാൾ ഉപരി ഒരു ബിസിനസ് ആംഗിളിൽ ഒരു അദ്ദേഹത്തെ പോലെ വലിയൊരു ബിസിനസ് നടത്തുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ബിസിനസ് ടൈക്കൂൺ എന്ന് തന്നെ വിശേഷിക്കാവുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു വാല്യൂവും പ്രൊമിനൻസൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആക്ച്വലി അദ്ദേഹം തുടങ്ങിയ ശേഷം നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ബെഡ് മാർക്കറ്റിൽ നമുക്കൊരു 5% പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് കിട്ടുന്നുള്ളൂ. കാരണം ബാക്കിലൊക്കെ ഇതിനേക്കാളും റേറ്റ് കുറവാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് അത്രത്തോളം അറിയില്ല. പഞ്ഞിയാണോ റെക്രോൺ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. റെക്രോൺ എന്താണ്? റെക്രോൺ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്ന കോസ്റ്റ് കുറവാണ്. ഈ ചില കമ്പനികൾ ഈ പണ്ടത്തൊക്കെ പഞ്ഞി മെത്തകൾ എന്ന് പറഞ്ഞിട്ട് ചില പിന്നീട് വന്നതിൻ്റെ അത് പഞ്ഞിയും ഇതും കൂടെ മിക്സ് ചെയ്ത് വരുമായിരുന്നു. ശരിയല്ലേ? അതെ. ഇതിന്റെ ഈ പഞ്ഞിന്റെ പ്രത്യേകത ചിലപ്പോൾ സാറ് ഇന്ന് നിങ്ങൾക്ക് ഒരു വലിയൊരു എമൗണ്ട് തരികയാണ്. ഈ എമൗണ്ടിൽ നമുക്ക് ഈ പഞ്ഞി വാങ്ങിക്കാൻ വേണ്ടി കഴിയില്ല. ഈ പഞ്ഞി ഒരു മരത്തുമെന്ന് ഒരു വർഷത്തിൽ 3-4 മാസം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് സ്റ്റോക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ.
ഇപ്പോൾ ബാക്കിയുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസ് ഇട്ടുകൊണ്ട് എത്ര വേണമെങ്കിലും ഇതാക്കാം. ഇത് നാച്ചുറലായിട്ട് ഉണ്ടാകുക തന്നെ വേണം. അപ്പോൾ ആ സമയത്ത് ഈ ബെഡ് തുടങ്ങുക, അതിൽ എന്തൊക്കെ വേണമെങ്കിൽ കുറച്ച് ചെയ്തോളൂ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സാറേ ഇങ്ങനൊരു ബെഡുണ്ട്, ഈ ഒരു ബെഡുണ്ട്, നമ്മളിത് മാത്രമാണ് ചെയ്യുന്നത്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ സജസ്റ്റ് ചെയ്തു. അതായത് ഇപ്പോൾ സാറിനോട് നമുക്ക് കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണല്ലോ, വേറെ ബ്രാൻഡിൽ ചെയ്യാമെന്ന്. അതിൽ സാറ് പറഞ്ഞു ദൈവം അനുഗ്രഹിച്ച് ഇന്ന് ഏകദേശം ഒരു 20,000-ഓളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്ത എല്ലാ മേഖലയിലും ഗോകുലം ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ലാഭം ഉണ്ടാക്കാനും കാര്യങ്ങൾക്കും ഉള്ള സോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു കുഞ്ഞിന് അവരുടെ ജീവിതത്തിൽ ഫസ്റ്റത്തെ രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് ആവും. ഈ പ്രൊഡക്റ്റിൽ നമുക്ക് ഒരുപാട് ലാഭം കിട്ടേണ്ട ഒരു ആവശ്യമില്ല, സെയിലും വേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട്, ഈ ഒരു പഞ്ഞി വെച്ചിട്ട് നമുക്ക് 10 കസ്റ്റമർ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ 10 കസ്റ്റമറിന് ഈ ഒരു സാധനം മാത്രം കൊടുക്കുക. ഇതിൽ നമ്മൾ യാതൊരു സാധനം ചെയ്യും വേണ്ട, ഇതിന് പ്രോഫിറ്റും വേണ്ട, ഒന്നും വേണ്ട. ഒരു കസ്റ്റമർ ആണെങ്കിൽ ഒരു കസ്റ്റമർ ഈ പ്യുവർ പഞ്ഞിൽ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് ഈ പഞ്ഞി വെച്ച് എന്തൊക്കെ ആഡ് ഓൺ ചെയ്യാൻ, അതെല്ലാം പ്രൊഡക്ട്സ് ആഡ് ഓൺ ചെയ്യാം, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ തുടങ്ങിയതിന് ശേഷം നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടുള്ള ബെഡുകൾ, ഫീഡിങ് ബെഡുകൾ, അതേപോലെ തന്നെ പ്രസവിക്കുന്ന മുന്നേ അവർ കിടക്കാൻ വേണ്ടിയിട്ട് അവരെ ഇല്ല ബെഡിന്റെ മുകളിൽ ഉപയോഗിക്കാനുള്ള ബെഡ് ടോപ്പർ എല്ലാം പഞ്ഞിയിൽ. അതേപോലെ പഞ്ഞി ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, ഇപ്പൊ എൻ്റെ വീട്ടിൽ ഓൾറെഡി ഒരു മോഡേൺ അല്ലെങ്കിൽ ഓർത്തോ ബെഡ് ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് ഈ ടോപ്പർ പഞ്ഞി ടോപ്പർ യൂസ് ചെയ്യാം അല്ലേ? ബെഡ് ടോപ്പർ അതായത് ഇപ്പൊ നിങ്ങളെ ബെഡ് ഒരു 6 സൈസാണ് വിചാരിക്കുക. ആ 6 സൈസിന്റെ ബെഡ് ടോപ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബെഡ് വേസ്റ്റ് ആവില്ല, പഞ്ഞി കിടക്കണം അതേ ഫീലും നമുക്ക് അതേ ഹെൽത്ത് അതേ ഇത് കിട്ടും. ഇനി അതേപോലെ തന്നെ ആ പഞ്ഞിയിൽ തന്നെ അല്ലാതെ കോസഡി എന്ന സാധനം നമ്മൾ ചെയ്യുന്നുണ്ട്. കോസഡി അതായത് നമ്മൾ താഴത്തെ കെട്ട് കിടക്കുന്ന ഇപ്പൊ താഴത്ത് പായ വിരിക്കുന്നതിന് പകരം ഈ ഒരു എന്താ പറഞ്ഞ കോസഡി. ഉസ്മാൻ പറയണത് എല്ലാ കിടക്കകളും നമുക്ക് പഞ്ഞിക്കിടക്കയാക്കി മാറ്റാമെന്നാണ്. 100% മാറ്റാം. എന്ത് കോസ്റ്റ് വരും അതിന്? അത് നമുക്ക് ഓരോ സൈസിനനുസരിച്ചാണ്. ഇപ്പോൾ ഒരു സിംഗിൾ സൈസാണ് ഈ 2.5 വരുന്നുണ്ട്, 3 അടി വരുന്നുണ്ട്. അങ്ങനെ ഓരോ സൈസിനനുസരിച്ചാണുള്ള റേറ്റാണ് വരുന്നത്. ശരി, എങ്ങനെയാണത് ശരിക്കും? ഈ ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്കൊരു സ്പ്രിംഗ് മാട്രസ് ആണ്, അല്ലെങ്കിൽ റബ്ബർ മാട്രസ് ആണ്, അതിൻ്റെ മേളിൽ ബെൽറ്റ് ചെയ്ത് വെക്കുകയാണോ? അതെ, ബെൽറ്റ് ചെയ്ത് വെക്കണം, പിഞ്ച് ചെയ്ത് വെക്കണം. അപ്പൊ പിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? സ്ട്രോങ് ആയിട്ടുള്ള പിന്നിങ്. അപ്പൊ അതനുസരിച്ച് പിന്നെ തലയണകളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗോകുലം ബ്യൂണോയിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ കിട്ടും? ജനങ്ങൾക്ക് എങ്ങനെ ഇത്? നമ്മൾ വെബ്സൈറ്റ് ത്രൂ ഉണ്ട്, നമുക്ക് ഡയറക്റ്റ് കസ്റ്റമർ കെയർക്ക് വിളിച്ചിട്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഗോകുലം ബ്യൂണോ അതിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്? അല്ല. വേറെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് അങ്ങനെ ഒരു ഔട്ട്ലെറ്റോ അങ്ങനെയൊന്നും ഇല്ല? നമ്മൾ ഗോകുലം ബേബി ബെഡ് നമ്മൾ ഓൺലൈനിൽ ഓഫ്ലൈന് നമ്മളെ വെബ്സൈറ്റ് ത്രൂ പിന്നെ ആമസോൺ ഫ്ലിപ്കാർട്ടിലെല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡയറക്റ്റ് ഓൺലൈനിൽ മാത്രം വെബ്സൈറ്റ് ത്രൂ മാത്രമാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ മാർക്കറ്റിൽ നമ്മളൊരു പഞ്ഞി ബെഡ് പോയി കണ്ട് ഷോപ്പിൽ പോയി പറയുമ്പോൾ ഇതിൻ്റെ കോസ്റ്റും ഈ ഒരു പരുത്തിയുടെ കോസ്റ്റ് തമ്മിൽ നല്ല എന്തായാലും ഡിഫറൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഒറിജിനൽ പഞ്ഞി അറിയുന്ന ആളുകൾക്ക് അറിയാം അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിയും. കാരണം പരുത്തി തമ്മിൽ നല്ല റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. വളരെ പരിമിതമായിട്ട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ആളുകളൊക്കെ ബാക്ക് ടു നാച്ചുറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പഞ്ഞി ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജിക് ആയിട്ടുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കരുതെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് പറയുന്നത് ശരിയാണെന്ന് അറിയത്തില്ല. പിന്നെ ഇത് ചേച്ചി പറഞ്ഞ പോലെ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറ്റേണ്ട ആവശ്യമുണ്ടോ? അതിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പരുത്തി പഞ്ഞിയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു അടുത്തിടായിട്ടാണ് മനസ്സിലായത്, പരുത്തിയും സാധാ പഞ്ഞിയും കണ്ടു കഴിഞ്ഞാൽ അറിയാത്ത ആളുകൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല, കാണുമ്പോൾ രണ്ടും കറക്റ്റ് ആകാരം. പക്ഷേ ഈ പരുത്തി പഞ്ഞി ഒരു 3 മാസം 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊട്ടി കഴിഞ്ഞാൽ അതിന് പൊടിയും കാര്യം വരും. AC റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊടിയും കാര്യം വരും. പിന്നെ ആ ബെഡ് ഭയങ്കര വെയിറ്റ് ആക്കണം. അപ്പോൾ നമ്മളൊരു 6 ബെഡൊക്കെ മറ്റേ കിങ് സൈസ് ബെഡൊക്കെ ജസ്റ്റ് ഒരാൾക്ക് ഇങ്ങനെ കൈ കൊണ്ട് പൊക്കിക്കാൻ വേണ്ടി ഇങ്ങനെ കഴിയും. പിന്നെ ഈ പഞ്ഞി 1 വർഷം കഴിയുമ്പോൾ ഇതാക്കണം എന്ന് പറഞ്ഞാൽ ഈ പഞ്ഞി പറയുന്നത് നാച്ചുറലാണ്, പഞ്ഞിക്ക് യാതൊരു പ്രത്യേകതയില്ല. ഈ പഞ്ഞി ബെഡ് എല്ലാം പഞ്ഞി ബെഡാണെന്നുള്ള ജനങ്ങൾക്ക് അറിയാം. ഇപ്പോൾ പരുത്തിയും പഞ്ഞിയും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഈ ഇടയായിട്ടാണ് മനസ്സിലായത്, 2 വർഷമായിട്ട് മനസ്സിലായതുള്ളൂ. അപ്പോൾ ഈ പരുത്തി ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വെയിറ്റ് ആക്കാരം. പരുത്തി ഉപയോഗിച്ച ബെഡ് ഭയങ്കര വെയിറ്റ് ഉണ്ടാവും. അതൊരു 3 മാസം 4 മാസം അതിൽ കടന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ തൊട്ടി കഴിഞ്ഞാൽ തന്നെ പൊടി വരൽ തുടങ്ങും. അപ്പോൾ AC റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇത് വരും. അപ്പോൾ അതാണ് ഉപയോഗിക്കുമ്പോൾ പറയും പഞ്ഞി ബെഡ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊടി വരും, കാര്യങ്ങൾ വരും എന്ന് പറയുന്നത് ഈ പരുത്തി ഉപയോഗിച്ചാണെങ്കിൽ. പരുത്തി ഉപയോഗിച്ചാണെങ്കിൽ ശരിക്കും നമ്മുടെ കാര്യമല്ല, പരുത്തി ബെഡിനെ പറ്റിയാണ്. അതാണ് നമ്മളെ ബെഡിൽ വെയിറ്റ് കുറവാകും.
പ്യുവർ പഞ്ഞിയിൽ അത് പൂണ ഉപയോഗിക്കുന്നുണ്ട്. പൂളപ്പഞ്ഞി ഉപയോഗിക്കുമ്പോൾ പൂളപ്പഞ്ഞി, ഇളവം പഞ്ഞി എന്ന് പറയും ഇവിടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ, അത് മാത്രം ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് വെയിറ്റ് കുറയും. ഇത് AC റൂമിലോ കാര്യങ്ങളോ വെച്ച് കഴിഞ്ഞാലൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു ബെഡ് എടുത്തിട്ട് വെയിലത്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്ന് വികസിച്ച് പൊന്തിതാകും. വീണ്ടും അതിന്റെ സ്ട്രക്ചർ വലുതാവും. ഭയങ്കര സ്മൂത്ത്നെസ്സും കാര്യങ്ങളും ആയിക്കൊണ്ട് ഭയങ്കര ഒരു ഇത് കിട്ടും വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ. അതാണ് ഇത്. ഈ പരുത്തി ബെഡാണ് 1 വർഷം 2 വർഷം കഴിഞ്ഞാൽ പൊട്ടിച്ച് കളഞ്ഞ് നമ്മളെ രണ്ടാമത് നിറയ്ക്കണം. അപ്പൊ ബ്യൂണോയുടെ പ്രൊഡക്റ്റ് ഒന്നും പൊട്ടിച്ച് കളഞ്ഞിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ഷോപ്പിലൊക്കെ നമ്മൾ 15 വർഷം വരെ ഗ്യാരണ്ടി കൊടുക്കുക. 15 വർഷം ഗ്യാരണ്ടി കൊടുക്കാറിനാൽ നമുക്ക് 20 വർഷം 25 വർഷം കഴിഞ്ഞിട്ടും കംപ്ലൈന്റ് ഇല്ലാത്ത ബെഡുകളുണ്ട്. അപ്പൊ നമ്മൾ ആളുകൾ പറയാണ് 50 വർഷം ഗ്യാരണ്ടി ഉണ്ട്, അതൊന്നും വിശ്വസിക്കില്ല. അതുകൊണ്ട് ഒരു 15 വർഷം എന്നൊക്കെയാണ് പറയാ. അപ്പൊ പഞ്ഞിക്ക് ഒരിക്കലും ഒരു കേടും വരില്ല. മറ്റുള്ളവർക്ക് ഈ ഒരു ബിസിനസ് കൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സാധ്യതയുണ്ടോ? നമ്മൾ ഓരോ പഞ്ചായത്തിലും ഓരോ പ്രൊമോട്ടർമാരെ അപ്പോയിന്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഓരോ പഞ്ചായത്ത് ബേസ് ചെയ്തിട്ട് അവർക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ അവരെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. സ്ത്രീകൾക്കാണ് നമ്മൾ കൂടുതലായിട്ട് മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഗൂഗിളും ബ്യൂണോ കൊണ്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. നമ്മൾ അങ്ങനെ ഒരാൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ബ്രോഷേഴ്സ് കൊടുക്കും. നമ്മൾ അവർക്ക് ഓൺലൈനായിട്ടുള്ള ഇതിൻ്റെ പഠനവും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. കൂടാതെ സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റും കൊടുക്കും. അപ്പോൾ ആ പഞ്ചായത്തിൽ ആരെങ്കിലും ഒരാൾ എൻക്വയറി നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് നിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പർ ആ പ്രൊമോട്ടർ കൊടുക്കും. അപ്പോൾ പ്രൊമോട്ടർ ആ പഞ്ചായത്തിലെ ലിങ്ക് എന്ന് പറയുന്നത് ഈ ബിസിനസ് പ്രൊമോട്ടറാണ്. യെസ്. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു മോഡൽസ് ഓപ്പറാൻഡി? അതിപ്പോൾ ഇതിൽ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ABC നമ്മുടെ ഈ ചാനലിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്തായിരിക്കും അതിൻ്റെ ഒരു സാധ്യത? എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഈ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഒരു പല ഡിസ്ട്രിക്റ്റിൽ നിന്നും പല സ്ഥലങ്ങളിൽ നമുക്ക് എൻക്വയറി വരും. അപ്പോൾ അവിടേക്കൊക്കെ ഒരു ഡയറക്റ്റ് നമുക്ക് പോകാനും കാര്യങ്ങൾക്കും പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ഒരാൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് എവിടെ വെച്ചാൽ ആ പഞ്ചായത്ത് പ്രൊമോട്ടർക്ക് പിന്നെ നമ്പർ കൊടുക്കും. അപ്പോൾ ഓൾറെഡി പ്രൊമോട്ടർ കയ്യിൽ നമ്മളെ ബ്രോഷേഴ്സ് എന്താണ് പ്രൊഡക്റ്റ്, എങ്ങനെയൊക്കെ, എന്താണ് പഞ്ഞിയുടെ സാമ്പിള്, അതേപോലെ ഈ പരുത്തിൻ്റെ സാമ്പിൾ, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എല്ലാ സാമ്പിളും കാണിച്ച് ഇവർ സംസാരിച്ച് ഇവർ ഓക്കെ ആയി കഴിഞ്ഞാൽ, ഓർഡർ ആയി കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ നിന്ന് നമ്മുടെ ഗൂഗിളത്തിൻ്റെ തന്നെ പാർസലുണ്ട്, ഗൂഗിൾ സ്പീഡ് ആൻഡ് സേഫിന്, അത് മുഖാന്തരം ഇവരെ വീട്ടിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കും. അല്ല, അതപ്പോൾ അതൊരു എൻക്വയറി അല്ലേ? അതായത് എനിക്കൊരു സാധനം വേണം, ആ സാധനം ബിസിനസ്, അവർക്ക് അതെങ്ങനെ ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും? അതായത് ഇപ്പോൾ നമുക്കൊരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ അത് ബിസിനസ് ആക്കി മാറ്റുന്ന പ്രൊമോട്ടറാണ്. അപ്പോൾ ആ ബില്ല് ചെയ്യുന്നതിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പ്രൊമോട്ടറാണ്. അപ്പോൾ പ്രൊമോട്ടർക്ക് അതിലൊരു പെർസെന്റേജ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോകുലം ബ്യൂണോയുടെ ബിസിനസ് പ്രൊമോട്ടർമാരായിട്ട് നമ്മുടെ എല്ലാ പഞ്ചായത്തിലും ഓരോ പേരെ നിയമിക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഓരോ പേര്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ കാണുന്ന ABCയിലെ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഇതിന്റെ പ്രൊമോട്ടർമാരാവാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ ഈ നമ്മുടെ കമ്പനി നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അല്ല, നമ്മുടെ ചാനലിൽ തന്നെ കൊടുക്കുകയും കൂടി ചെയ്യാമല്ലോ അല്ലേ? ABC മലയാളം ബിസിനസ്സിൽ കൊടുക്കാമല്ലോ. അതെ. അപ്പോൾ അതിലൂടെ നമുക്ക് നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ അവർക്കും പാർട്ടാവാം. പിന്നെ അവർക്ക് വേണമെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ് ജനറേറ്റ് ചെയ്യാം, അതിനുള്ള ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാക്കാം. തീർച്ചയായും എല്ലാ പഞ്ചായത്തിലും ഓരോ ഗോകുലം ബ്യൂണോയുടെ ആളായി മാറുകയാണ്. അതിലും ABC ഒരു കാരണമാവട്ടെ. അതെ, ABC മലയാളം ഇൻ ബിസിനസ് ഒരു കാര്യമാകട്ടെ. അപ്പോൾ ഇത്രയും നല്ലൊരു വളരെ ഓർഗാനിക് ആയിട്ടുള്ളൊരു ബിസിനസ്സിൽ ഗോപാലൻ പോലെയുള്ള ഒരു വ്യക്തി ഭാഗമാകുകയും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ പ്രൊഡക്റ്റിൻ്റെ ഒത്തൻറ്റിസിറ്റി. കൂടുതൽ ഈ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.